നമസ്കാരം പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ തന്നെ സംസ്ഥാന സർക്കാർ പുതുതായിട്ട് നടപ്പിലാക്കാൻ പോകുന്ന സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയെപ്പറ്റി ഒരു സൂചന നമ്മൾ നൽകിയിരുന്നു. അതിൻ്റെ പുതിയൊരു അപ്ഡേഷൻ കൂടി ഈ സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അതായത് ആനുകൂല്യം വാങ്ങുന്ന ഏത് വിഭാഗം ആളുകൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് എന്നും അതിൻ്റെ പ്രായപരിധി എത്രയാണെന്നും തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് സൂചനകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ നൽകിയത്. ആ വീഡിയോ കണ്ടിട്ടില്ല, വീഡിയോയുടെ ആദ്യ ഭാഗം ഒന്ന് കണ്ട് മനസ്സിലാക്കുക. ഇത് അതിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ്. അതായത് സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം നിലവിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത് BPL AY റേഷൻ കാർഡ് ഉള്ളവർക്കാണ് എന്നൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പല മാനദണ്ഡങ്ങൾ ഇതിനെ സർക്കാർ വിഷയമാക്കിയിട്ടുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ഇനി APL റേഷൻ കാർഡ് ആണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഒരുപാട് പിന്നോക്കം നിൽക്കുന്നവരോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പിന്നോക്കാവസ്ഥയിലുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയും പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രത്യേകം ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, നമ്മൾ APL റേഷൻ കാർഡിന് നിലവിൽ നീല വെള്ള റേഷൻ കാർഡിലാണ്, പക്ഷേ BPL കാർഡിന് നമ്മൾ അർഹതയുള്ളവരാണ് എങ്കിൽ അതിലേക്ക് മാറുന്നതിന് വേണ്ടി ഒരു അവസരം അത് വീണ്ടും സർക്കാർ ഈ 17-ാം തീയതി, നവംബർ മാസം 17-ാം തീയതി മുതൽ ഒരുക്കി തരികയാണ്. വീണ്ടും നമുക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും അതിന് മുൻപ് നിങ്ങളൊന്ന് സംഘടിപ്പിക്കണം. ആ രേഖകൾ വെച്ച് വേണം ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ. നമ്മളുടെ സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻ്ററിലുമെല്ലാം ഇതിനുള്ള സംവിധാനം സർക്കാർ ഒരുക്കി നൽകും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ BPL സർട്ടിഫിക്കറ്റ് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന ആ രേഖകൾ വാങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ നേരിടുന്നവരുണ്ടെങ്കിൽ അവരുടെ ചികിത്സയെ സംബന്ധിച്ചുള്ള മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. കുടുംബ വാർഷിക വരുമാനം തെളിയിക്കുന്ന രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. കുടുംബ വാർഷിക വരുമാനമൊക്കെ 1 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ മുൻഗണനയുണ്ട് എന്നൊരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ഇതോടൊപ്പം തന്നെ ആശ്രയ പദ്ധതിയിൽ അംഗങ്ങളാണെങ്കിൽ, ഇനി വിധവകളായിട്ടുള്ളവരാണെങ്കിൽ, ഇനി അതോടൊപ്പം ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ പക്ഷാഘാതമോ അല്ലെങ്കിൽ നട്ടലിന് തളർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രോക്ക് പോലുള്ള കാര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെല്ലാം അടിസ്ഥാനമാക്കി അതിൻ്റെ എല്ലാ രേഖകളൊക്കെ ഉണ്ടെങ്കിൽ ഹൃദ്രോഗം, അതോടൊപ്പം തന്നെ ഡയാലിസിന് വിധേയരാകുന്നവർ, അവർക്കെല്ലാം മുൻഗണന കൂടി ഈ സമയത്ത് നൽകുന്നുണ്ട്. അപ്പോൾ BPL റേഷൻ കാർഡിന് അർഹതയുള്ളവർ അങ്ങനെ അപേക്ഷ വെച്ച് കാർഡ് എടുക്കുന്നതിന് വേണ്ടി കൂടി ശ്രദ്ധിക്കുക. 17-ാം തീയതി മുതൽ അപേക്ഷ വീണ്ടും ആരംഭിക്കുകയാണ്. ഇനി ഇതുകൂടാതെ തന്നെ BPL AY റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്ക്, അത് 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കും ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വനിതകൾക്കുള്ള ആനുകൂല്യങ്ങളും. അപ്പോൾ ഇവർക്കെല്ലാം തന്നെയാണ് 1000 രൂപ പ്രതിമാസ പെൻഷനായിട്ട് വിതരണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പെൻഷൻ തുക കൈമാറുന്നത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. നമ്മളുടെ ഫോണിലേക്ക്, അതായത് റേഷൻ കാർഡ് BPL-ഉം AY ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഫോണിലേക്ക് അറിയിപ്പ് എത്തിയിട്ടുണ്ടായിരിക്കും. അതായത് ഈ 1000 രൂപ പെൻഷൻ പദ്ധതിയെ സംബന്ധിച്ച് ഒരുപക്ഷെ അർഹതയുള്ളവർക്ക് തന്നെ ലഭിച്ച മെസ്സേജായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. അതുകൊണ്ട് തന്നെ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. റേഷൻ കാർഡ്, ആധാർ, ബാങ്ക് അക്കൗണ്ട്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന രേഖകളായിട്ട് വരുന്നത്. അപേക്ഷ ഓൺലൈൻ വഴിയായിരിക്കും സമർപ്പിക്കേണ്ടത്. അതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ സർക്കാർ നമ്മളെ അറിയിക്കും. അപ്പോൾ ആ സമയത്ത് പ്രത്യേക വീഡിയോയുടെ ആ കാര്യങ്ങൾ കൂടി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപേക്ഷയ്ക്ക് മുമ്പ് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. 1000 രൂപയുടെ പെൻഷൻ പദ്ധതി ആരംഭിക്കുമ്പോൾ സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്ന അമ്മമാർക്ക് ഒരു ആദരവ് എന്ന രീതിയിലാണ് പദ്ധതി. മറ്റേതെങ്കിലുമൊക്കെ സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നവരാണെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷ വെക്കാൻ സാധിക്കില്ല. അതൊരു പ്രധാന മാനദണ്ഡമാണ്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.